എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നല്ല ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് അയ്യത്തേട്ടനുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒപ്പം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അയ്യത്തേട്ടൻ്റെയും അർജുൻ്റെയും അഭിലാഷിൻ്റെ കൂടെ ഒരു വേദി ഒരുമിച്ച് പങ്കിടുന്നത്. അത് തന്നെ ഒരു പുതിയ ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളാണെങ്കിലും സിനിമയിൽ ഇതുവരെ അങ്ങനെ സഹകരിച്ചിട്ടില്ല. അർജുൻ്റെ അച്ഛൻ്റെ കൂടെ, അശോകൻ ചേട്ടൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അർജുൻ്റെ കൂടെ ഞാൻ സിനിമകൾ ചെയ്തിട്ടില്ല. വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സിൽ ഒരാളാണ്. കാരണം പ്രമേയകം എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കണ്ടാൽ മതി അർജുൻ എന്ന് പറയുന്ന താരം ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയും ഒരുപാട് ഗംഭീര കഥാപാത്രങ്ങൾ നമുക്ക് അർജുൻ്റെ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് അഭിലാഷ്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നൊരു ചെറുപ്പക്കാരനാണ്. അവൻ മാളികപ്പുറം എന്ന് പറയുന്ന ഒറ്റ ചിത്രം കൊണ്ട് ജനങ്ങളുടെ മനസ്സിലെ ആത്മീയതയെ വീണ്ടും ഒന്നും കൂടി ഉണർത്തിവിട്ട ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ ഓഫ് കോഴ്സ് അജിത്തേട്ടനൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഓരോ നിയോഗമുണ്ടല്ലോ ജീവിതത്തിന്. ഓരോ നിയോഗങ്ങളുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ നിയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. എത്രയോ കുടുംബങ്ങളാണ് അജിത്തേട്ടൻ്റെ ഒരു കരങ്ങളിലൂടെ അല്ലെങ്കിൽ ആ സംരക്ഷണയിലൂടെ കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ആ വ്യക്തിക്ക് മാത്രം ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം വേറൊരാൾക്ക് കൊടുക്കും. പക്ഷേ അദ്ദേഹം ഈ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അറിയാൻ പറഞ്ഞ നിയോഗം എന്ന് പറഞ്ഞത് എത്രയോ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ദൈവം നിയോഗിച്ചത് എന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. കാരണം അതെല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, പൈസ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സുണ്ടാവണം. അത് വളരെ കാര്യം തന്നെയാണ്. പക്ഷെ മനസ്സുണ്ടാവണമെങ്കിൽ ആ തോന്നൽ ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് തീർച്ചയായിട്ടും എന്താ പറയുക, അതൊരു ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഒന്നത്. പിന്നെ ഈ അമ്പലത്തിലേക്ക് വരവെന്ന് പറയുന്നത്, അതും നമ്മൾ പറയണം ഞാൻ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളതൊന്നുള്ളതല്ല അവിടെ വലിയൊരു കാര്യം. നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തിക്ക് നമ്മൾ എന്താ പറയുക, പെർമിഷൻ കൊടുക്കാതെ ഒരു വ്യക്തിക്ക് നമ്മുടെ വീടിനകത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു അമ്പലത്തിലേക്ക് വരണമെങ്കിൽ അവിടുത്തെ ചൈതന്യം, അല്ലെങ്കിൽ അവിടുത്തെ ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും അവിടുത്തെ ഒരു വിളിയില്ലാതെ നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് ഇവിടെ നിന്ന്. ഇന്ന് രാവിലെ ഞാനിവിടെ ഗണപതി അമ്പലത്തിലൂടെ ആദ്യമായിട്ട് വരണം. എന്താ പവർ, എന്താ രസം, എന്താ എനർജി, ഒരു രക്ഷയില്ല. അവിടെ നിന്നിട്ട് നമുക്കിങ്ങനെ പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, അതെന്താണ് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ശില, അതെങ്ങനെയാണ് ഒരു ദൈവമായി മാറുന്നത്? അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു പെരുന്തച്ഛനൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയും പവർഫുള്ളായിട്ട് അതിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് എന്തൊരു കാരണം കാരണം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെന്ന് പറയുന്ന വ്യക്തിയല്ലേ ഓരോ കഥാപാത്രങ്ങളാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ മൈൻഡ് വർക്ക് ആകുമോ. ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നിയത്. എത്രയോ ആളുകളുടെ പ്രാർത്ഥനയാണ് അതിലേക്ക് വന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ അമ്പലങ്ങളും ഇത്രയും പവിത്രതയുള്ളതായി മാറുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം ചിന്തിക്കുന്ന കാര്യമാണ്. പണ്ട് ഞാൻ ഈ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോകുക എന്നുള്ളത് മസ്റ്റ് ഒന്നുമില്ലല്ലോ. വേണമെങ്കിൽ പോകാം, വേണ്ടെങ്കിൽ പോകണ്ട, ഇത്ര ആണല്ലോ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ല, വലിയ മടിയും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് എൻ്റെ അമ്മയൊക്കെ പറയും, എടാ അമ്പലത്തിൽ പോടാ, എന്തിന്, പരീക്ഷയല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നി, ഓക്കെ പരീക്ഷ സമയത്താണ് ഇപ്പോൾ അമ്പലത്തിൽ പോകേണ്ടത്, അല്ലെങ്കിൽ പിറന്നാളൊക്കെ വരുമ്പോഴാണ് അമ്പലത്തിൽ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ചെല്ലുന്നു, അമ്പലത്തിൽ പോകുന്നു, നെയ്വിളക്ക് കഴിക്കുന്നു, ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്തിനാണെന്ന് പോലും അറിയില്ല, അതൊക്കെ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ പരീക്ഷയ്ക്കൊന്നും പാസ്സാകുന്നില്ല, വലിയ മാർഗം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലൊന്ന് പറയുന്നുണ്ട്, അമ്മ അവിടുത്തെ അമ്പലത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല, ഒന്നും നടക്കുന്നൊന്നുമില്ല, പരീക്ഷയ്ക്ക് ഇത് വലിയ മാർക്കൊന്നും കയറിയിട്ടില്ല എന്ന് പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കുറച്ചും കൂടി വെളിവും വെള്ളിയാഴ്ചയൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, പ്രാർത്ഥന മാത്രമേ നടക്കുന്നുള്ളൂ, പ്രവൃത്തി നടക്കുന്നില്ല, പഠനമൊന്നും നടക്കുന്നില്ല, പ്രാർത്ഥന മാത്രം നടക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റില്ല. പ്രവൃത്തിയും പ്രാർത്ഥനയും കൂടി ചേർന്നാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവൂ എന്നുള്ള കാര്യം എനിക്ക് അപ്പം മനസ്സിലായി. അതൊരു ആക്ടറായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതെങ്ങനെയെന്നറിയോ? കാരണം നമുക്ക് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സിനിമാ നടനാവണം എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, എത്രയോ വർഷങ്ങൾ നടന്നു.
പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നത്, കൂടെ പ്രവൃത്തി ഉണ്ടായിരുന്നു. ഓരോ വാതിലിൽ ചെന്ന് തട്ടുകയും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദൈവത്തിനെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിലായിരിക്കണം ഒരുപക്ഷെ ഞാനൊരു സിനിമാ താരമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടേക്കിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഓരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. പ്രാർത്ഥന മാത്രമല്ല, അതിനുവേണ്ടി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കെല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചൈതന്യമുള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങളുള്ളത്. അപ്പോൾ പ്രാർത്ഥനയും പ്രവൃത്തിയും ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സക്സസ്ഫുൾ ആവാനും സാധിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നു.